അമൂല്യമായ വിഭവങ്ങളും വിപണികളും സാങ്കേതിക വിദ്യകളും തുടങ്ങിയ എല്ലാത്തിൻ്റെയും നിയന്ത്രണം സുരക്ഷിതമാക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ. സാങ്കേതിക വിദ്യയുടെ സംയോജനത്താൽ നയിക്കുന്ന ഈ മത്സരത്തിന്റെ അതിശക്തമായ രൂക്ഷഭാവത്തിനാണ് ഇനി ലോകം വരും വർഷങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതിന്റെ നിരവധി സൂചനകൾ ഏകദേശം പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ധാതു വിഭവങ്ങൾക്കായുള്ള ആഗോള ജിയോ എക്കണോമിക് മത്സരം കഴിഞ്ഞ കുറച്ചു നാളുകളായി കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകം പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജത്തിലേക്ക് മാറുവാൻ ഒരുങ്ങുകയാണ്. ലിഥിയം, ചെമ്പ്, അപൂർവ ഭൂമി മൂലകങ്ങൾ എന്നിങ്ങനെ തുടങ്ങി നിർണായക ധാതുക്കളുടെ ആവശ്യവും വലിയ തോതിൽ കുതിച്ചുയരുകയാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, വലിയ തോതിൽ സമ്പത്തുള്ള ഗ്രീൻലാൻഡിലും കാനഡയിലും പനാമ കനാലിലും ഡൊണാൾഡ് ട്രംപ് പരസ്യമായി നോട്ടമിട്ടിട്ടുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഈ നോട്ടം എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. യുക്രൈന്റെ കാര്യം നോക്കിയാൽ 10 മുതൽ 12 ട്രില്യൺ ഡോളർ വരെ മൂല്യമുള്ള നിർണായക ധാതുക്കളാൽ സമ്പന്നമാണ് യുക്രൈൻ എന്ന രാജ്യം. റഷ്യ വിജയം കൈവരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമാണെന്നതിലും സംശയമില്ല. യഥാർത്ഥത്തിൽ റഷ്യക്കെതിരെ പട നയിക്കാൻ അമേരിക്കയും നാറ്റോയും യുക്രൈൻ നൽകുന്ന പിന്തുണയ്ക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്നതിൽ ശരിക്കും ഒരു പരമാധികാര രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നതല്ല, മറിച്ച് ഈ നിർണായക വിഭവങ്ങളുടെ നിയന്ത്രണം സ്വന്തമാക്കുന്നതിലൂടെ റഷ്യയെ തടയുക എന്ന ലക്ഷ്യമാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ യുക്രൈനിലെ ധാതു സമ്പത്ത് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി യുക്രൈനിൽ 3 മുതൽ 11.5 ട്രില്യൺ ഡോളർ മൂല്യമുള്ള ലിഥിയം സമ്പത്താണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, വെള്ളി, സ്വർണം, യുറേനിയം, അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ്, മാഗ്നീഷ്യം, ടൈറ്റാനിയം, ഹൈഡ്രോ കാർബണുകൾ എന്നിവയെല്ലാം ട്രില്യൺ കണക്കിനാണ് നിലനിൽക്കുന്നത്. ബെറീലിയം, നിയോബിയം, സിർക്കോണിയം എന്നീ അപൂർവ ഭൂമി മൂലകങ്ങളുടെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപം നിലനിൽക്കുന്നതും യുക്രൈനിലാണ്. ഈ വർഷം 20ാം ജന്മദിനത്തിലേക്ക് കടക്കുന്ന തെക്കേ അമേരിക്കൻ രാജ്യമാണ് ബൊളീവിയ. കൂടാതെ ഈ രാജ്യം 190ലധികം അധിനിവേശങ്ങളുടെയും വിപ്ലവങ്ങളുടെയും ചരിത്രമുള്ളതാണ്. സ്വർണം, വെള്ളി തുടങ്ങി ടാങ്സ്റ്റൺ, സിങ്ക്, ലെഡ്, ടിൻ, നിക്കൽ എന്നിങ്ങനെ രാജ്യത്തിന്റെ അതിവിശാലമായ വിഭവസമ്പത്ത് കണക്കിലെടുക്കുകയാണെങ്കിൽ അതിൽ അതിശയിക്കേണ്ട ഒരാവശ്യവുമില്ലെന്ന് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് വെനസ്വേല. അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് ഈ രാജ്യത്ത് വലിയ നിക്ഷേപം നടത്തുവാനും അതുപോലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുവാനും കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് സാമ്പത്തികപരമായി വലിയ മാറ്റം ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബോൾട്ടൺ എണ്ണ കയറ്റുമതിയിലൂടെ വൻ പണം കൊയ്ത് വെനസ്വേലയെക്കുറിച്ച് ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നത്. 2019 പ്രസിഡന്റ് മഡൂറോയെ പുറത്താക്കുവാനായി അമേരിക്ക നടത്തിയ ശ്രമങ്ങൾക്കിടയിലായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. 300 ബില്യൺ ബാരൽ വരെ കണക്കാക്കിയിട്ടുണ്ട്. ആഗോളതലത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ എണ്ണശേഖരം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന രാജ്യമാണ് വെനസ്വേല. അതിനാൽ ഈ രാജ്യം ഒരു സുപ്രധാന ഊർജ്ജ കേന്ദ്രമാണ് എന്നതിലും സംശയമില്ല. മറ്റൊരു സുപ്രധാന രാജ്യമാണ് ഇറാൻ. 27 ട്രില്യൺ ഡോളറിന്റെ വിഭവ സമ്പത്തുള്ള രാജ്യം കൂടിയാണ് ഇറാൻ. തങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ ഭീഷണിയായി അമേരിക്ക കണക്കാക്കുന്ന മറ്റൊരു രാജ്യമാണിത്. മാത്രമല്ല, 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ ചരിത്രം യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള സംഘർഷങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. രാജവാഴ്ചയെ അട്ടിമറിച്ച് ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിച്ച വിപ്ലവം ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന മാറ്റത്തിലേക്കായിരുന്നു കൊണ്ടെത്തിച്ചത്. ഇറാൻ കണ്ടുപിടിച്ചിട്ടുള്ള വിഭവ ശേഖരത്തിലും കൂടുതൽ എണ്ണയും വാതകവുമാണ് ഉൾപ്പെടുന്നത്. എന്നാൽ ഇറാനിൽ പതിവായി ധാതുക്കളുടെ വലിയ ശേഖരവും നിലനിൽക്കുന്നുണ്ട്. 2023 ടെഹ്റാനിൽ 8.5 ദശലക്ഷം ടൺ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിരുന്നു. 2022 ഇറാനിൽ മൈൻസ് ആൻഡ് മൈനിങ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ആൻഡ് റിനേഷൻ ഓർഗനൈസേഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിര്, ലെഡ്, ബോക്സൈറ്റ് മുതൽ ആന്റിമണി വരെയുള്ള 28.7 ബില്യൺ ഡോളറിന്റെ ധാതു വിഭവങ്ങൾ 2013 മുതൽ മാത്രം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തുന്നത്. മറ്റൊരു തന്ത്രപ്രധാനമായ രാജ്യമാണ് കാനഡ. അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്നതും അമേരിക്കയുമായി അതിർത്തി പങ്കിടുന്ന വടക്കേ അമേരിക്കയിലെ രാജ്യവുമാണ് കാനഡ. സാമ്പത്തിക മേഖലയിലും ആരോഗ്യരംഗത്തും ഈ രാജ്യം വളരെയധികം മുന്നോട്ടാണ് നിൽക്കുന്നത്. കുറച്ചു കാലങ്ങളായി കാനഡയെ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. കാനഡയുടെ വലിയ വിഭവ സമ്പത്ത് തീർച്ചയായും ട്രംപിന്റെ ആഗ്രഹത്തെ ഉയർത്തുന്ന പ്രധാന ഘടകമാണ്. ഏകദേശം 33 ട്രില്യൺ ഡോളർ വിഭവങ്ങളാണ് രാജ്യത്തുള്ളതായി നിലവിൽ കണക്കാക്കുന്നത്. എണ്ണ, വാതകം, യുറേനിയം, ഫോസ്ഫേറ്റുകൾ, കാഡ്മിയം, ലെഡ്, ടൈറ്റാനിയം, സിങ്ക്, വിവിധ ഫെറോ അലോയികൾ തുടങ്ങി വൈവിധ്യമാർന്ന ധാതുക്കളും ലോഹങ്ങളും ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ട്രംപിന്റെ മറ്റൊരു വലിയ ആഗ്രഹമായ ഗ്രീൻലാൻഡിന് പിന്നിലും നിലനിൽക്കുന്നത് ഇതേ കാരണം തന്നെയാണ്. ഗ്രീൻലാൻഡ് ശരിക്കും ഗ്രീൻലാൻഡിലെ ജനതയ്ക്കുള്ളതാണ്. ഞങ്ങൾക്ക് ഡാനിഷ് ആകാൻ ഒരിക്കലും ആഗ്രഹമില്ല.
അമേരിക്കക്കാരനാകുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ശരിക്കും സ്വാതന്ത്ര്യത്തിനായി ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ സ്വന്തം വീടിന്റെ യജമാനനാകാനുള്ള ആഗ്രഹവും നിലനിൽക്കുന്നുണ്ട്. ദ്വീപ് വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ട്രംപിന്റെ അന്വേഷണങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി മ്യൂട്ട് എഗയുടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഗ്രീൻലാൻഡിലെ ധാതു സമ്പത്ത് എന്നത് വളരെ വിശാലവും അതുപോലെ അധികമായി ഉപയോഗപ്പെടുത്താത്തതുമായ വിലയേറിയ ലോഹങ്ങളും കല്ലുകളും ഗ്രാഫൈറ്റ്, യുറേനിയം, അപൂർവ ഭൂമി മൂലകങ്ങളായ യാട്രിയം, സ്കാൻഡിയം, സിയോഡെൻമിയം, ഡിസ്പ്രോയിസം എന്നിവയടങ്ങുന്ന പൂർണ്ണമായി പരിവേഷണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ധാതുസമ്പത്താണ് ഗ്രീൻലാൻഡിൽ നിലനിൽക്കുന്നത്.